രാജൻ ബല്ലനാണോ ഇതിന്റെ പിന്നിലെല്ലാം? രാജൻ ബല്ലന് ഒരു ആഗ്രഹം തൃശ്ശൂർ നിയമസഭയിൽ മത്സരിക്കണം എന്നുള്ളത് എപ്പോഴും പറയാറുള്ളതാണ്. തൃശ്ശൂർ നിയമസഭയിൽ സീറ്റ് ലഭിക്കണമെങ്കിൽ ഒരു ഹിന്ദു മേയർ വരണമെന്ന് അദ്ദേഹം ഒരുപാട് തവണ ഞങ്ങളുടെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടൻ്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ, ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊരു തടസ്സമായി നിൽക്കരുതെന്ന് ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ആൾ പറഞ്ഞു ഒരു ഹിന്ദു മേയർ വന്ന് ഉറപ്പായി എനിക്ക് ആ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് സുബി ബാബുവിനെയും ബൈജു വർഗീസിനെയും കൊണ്ടുവരാൻ ഒരുപാട് അവർ ശ്രമിച്ചു. പക്ഷേ അത് വിഫലമായപ്പോൾ ഒരു പ്രാക്ടീസുള്ള, അതായത് പ്രവൃത്തി പരിചയമുള്ള ഒരാൾ ആ സീറ്റിൽ വന്നാൽ പിന്നീട് അവർക്കൊന്നും വീണ്ടും അങ്ങോട്ട് എൻട്രി ഉണ്ടാവില്ല എന്ന് ഭയന്നിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നെ മാറ്റി നിർത്തപ്പെടുകയും അതിൻ്റെ പിന്നിൽ മറ്റു പല ചേതോവികാരങ്ങളും ഉണ്ടായി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? പണപ്പെട്ടി തൂക്കിപ്പോയ ആളിനെയാണ് മേയറാക്കിയതെന്നും പണം വാങ്ങിയാണ് മേയർ. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ചില ആളുകൾ പറഞ്ഞു പണപ്പെട്ടിയും കൊണ്ട് DCC ഓഫീസിലേക്ക് പോണ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു വേഡിങ് ഉപയോഗിച്ചിട്ടില്ല. DCC ഓഫീസിലേക്ക് പോയെന്ന് ഞാൻ നിങ്ങളോട് വല്ലവരും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. പണവുമായി പല സ്ഥലങ്ങളിലേക്കും പോകുന്നതും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തൃശ്ശൂരിലെ ചില ആളുകൾ എന്നെ അറിയിച്ചു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് അവരത് അന്വേഷിക്കാനല്ല പറഞ്ഞത്. അതുകൊണ്ട് ലാലി ഇത് പ്രതീക്ഷിക്കേണ്ടെന്ന് 2 ദിവസം മുമ്പേ തന്നെ എന്നെ അറിയിച്ചിട്ടുണ്ട്. മേയർ സ്ഥാനത്തേക്ക് എത്താൻ പണം മാനദണ്ഡമാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അല്ല, ഞാനത് പറയില്ല. അതല്ലാതെയും പല സ്ഥലങ്ങളിലൊക്കെ വെക്കുന്നുണ്ടല്ലോ. പല സ്ഥലങ്ങളും അത് ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടുത്തെ ഒരു കാര്യം ഞാൻ കേട്ടത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അതെനിക്ക് ദുഃഖമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി ഫണ്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളത് ഞാൻ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടി ഫണ്ട് കൊടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും അത് കൊടുത്തുവെന്ന് ഈ സൂചനകളൊക്കെ പുറത്ത് പറയപ്പെടുന്ന കാര്യങ്ങളിൽ കേട്ടു. ഞാനത് പറഞ്ഞു. അതെനിക്ക് ദുഃഖം. മറ്റാരെങ്കിലും ഈ പാർട്ടി ഫണ്ട് എന്നുള്ള നിലയിൽ പണം ഇല്ല. എന്നോട് പാർട്ടി ഫണ്ടിലേക്ക് ചോദിച്ചത് അദ്ദേഹം മാത്രമേ ഉള്ളൂ. അച്ചടക്ക നടപടി ഉണ്ടായിരിക്കണം, അംഗീകരിക്കുന്നുണ്ടോ? തുടർന്ന് എന്തായിരിക്കും? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സസ്പെൻഷനല്ലേ അവർ തന്നത്. ചിലപ്പോൾ നിയമസഭ വരികയാണ്, പ്രവർത്തിക്കാൻ ഇവിടെ ആളുകൾ വേണ്ടി വരും. ഇനി അത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ വേണ്ട, സസ്പെൻഷൻ നീട്ടി കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ ഒരു കൗൺസിലറായിട്ട് ഈ കൗൺസിലർ സ്ഥാനത്തു നിന്നും മാറ്റാൻ ഇവർക്ക് കഴിയില്ല. കാരണം എന്നെ ജയിപ്പിച്ചത് ലാലൂരിലെ ജനതയാണ്. എന്നിലുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവരെന്നെ ജയിപ്പിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് സ്വതന്ത്രമായി നിൽക്കാനോ മറ്റു പാർട്ടിക്കാരുടെ കൂടെ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പലർക്കും വിഷമങ്ങളുണ്ടാകുമ്പോൾ ഓടി പാർട്ടി മാറി പോകും. അതെന്നെ പ്രതീക്ഷിക്കേണ്ട. കാരണം അടിയുറച്ച ഒരു നല്ല കോൺഗ്രസ്